डायरिया की रोकथाम सफाई और ORS से रखे अपना ध्यान. അയ്യോ, എൻ്റെ ഹിന്ദി കേട്ടിട്ട് ആരും ഓടിപ്പോവല്ലേ. ഇപ്രാവശ്യത്തെ വേൾഡ് ORS വീക്കിന്റെ തീമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല, വയറിളക്കം തടയുക, ശുചിത്വം പാലിക്കുക, അതുപോലെ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ORS കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. ORSനെ പറ്റി അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. സംഗതി ഈ ഒരു ഇത്തിരി കുഞ്ഞൻ പാക്കറ്റ് ആണെങ്കിലും നമ്മൾ പീഡിയാട്രീഷ്യൻസ് തന്നെ പറയുന്നത് എന്താണെന്നറിയോ, ഡയറിയയ്ക്കുള്ള അത്ഭുത മരുന്നെന്നാണ്. പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞിന് വയറിളക്കം വരുമ്പോൾ പീഡിയാട്രീഷ്യൻ എടുത്ത് ചെല്ലുമ്പോൾ അവരെന്താ കൊടുക്കുക, കുഞ്ഞിന് കുറേ മരുന്നുകളൊന്നും എഴുതുന്നുണ്ടാവില്ല, ആന്റിബയോട്ടിക്കും എഴുതാറില്ല. സാധാരണ നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ കാണുന്നത് ORSും സിങ്ക് മരുന്നുകളാണ്. അപ്പൊ ഇത് രണ്ടും മാത്രം കഴിച്ച വയറിളക്കം മാറുമോ? ശരിയായ രീതിയിൽ പീഡിയാട്രീഷ്യൻ പറഞ്ഞ പോലെ ഇത് രണ്ടും നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിനെ ഈ വയറിളക്കത്തിൽ നിന്നും അതുമൂലം ഉണ്ടാകുന്ന നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷനിൽ നിന്നും നമുക്ക് പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഈ ORS വളരെ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ, ഹെൽത്ത് സെന്ററുകളിൽ, ആശമാര് വഴി, അംഗൻവാടി വഴിയൊക്കെ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ പ്രൈവറ്റ് ഫാർമസിയിലും ഇത് ലഭ്യമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത് എങ്ങനെ കലക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിന്റെ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കലക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കലക്കിയ ORS ലായനി നമുക്ക് 24 മണിക്കൂർ വരെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും കളയണം. ഇനി എത്ര കൊടുക്കണം? 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അവരെത്ര കുടിക്കുന്നോ അത്രയും കൊടുക്കാം. ഓരോ പ്രാവശ്യം വയറ്റുന്ന ലൂസായി പോകുമ്പോൾ ഒരു 1-2 ഗ്ലാസ് കുടിക്കാൻ കൊടുക്കാം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് കുടിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കാൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിപ്പായിട്ട് സ്പൂണിൽ കോരി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓരോ പ്രാവശ്യം വയറ്റുന്ന ലൂസായിട്ട് പോകുമ്പോഴും ഒരു 1/2 ഗ്ലാസ് നമുക്ക് ORS സിപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. 2 വയസ്സിന് മീതിയാണെങ്കിൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും 1 ഗ്ലാസ് തന്നെ കുറച്ച് സ്പൂണിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. ഇനി ORS കുട്ടി കുടിക്കുന്നില്ല, കൂടുതലായിട്ട് ക്ഷീണം കാണിക്കുന്നു, നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, കുട്ടി പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു, വിളിച്ചിട്ട് എണീക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം.